അസ്സലാമു അലൈക്കും. എന്തൊക്കെയുള്ള പാട്? സുഖമല്ല? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ചുടാൻ പോവാണ്. ചിക്കനെ ചുടാൻ വെച്ചിട്ട് ഇവിടെ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ചുടാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ കൊടുങ്ങൾ 4 പീസാക്കുകയും ചെയ്ത് ചിക്കനൊക്കെ റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട് ഗൈസ്. റെസിപ്പി അടിപൊളിയാവും വിചാരിക്കുന്നുണ്ട്. ഇത് തിന്നതിന് ശേഷം മനസ്സിലാവും രസമുണ്ടോ ഇല്ലേ. എന്താ മോളാ നമുക്ക് എന്താ പറയാനുള്ളത്? ടേസ്റ്റ് ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. മസാല ഒക്കെ ഫുള്ളും തേച്ചിട്ടൊക്കെ വെച്ചിട്ട് എത്ര സമയം പിടിക്കും അതിൽ വെച്ചത്? ഒരു 10-15 മിനിറ്റ് വെക്കണല്ലേ? ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മസാല നല്ല ഇതിൽ പിടിക്കും. അപ്പോൾ സംഭവം ചിക്കനെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇതാണ് ആ സാധനം, ചിക്കൻ ചുടാൻ പറ്റിയ സാധനം. മെഷീൻ അടിപൊളി ചിക്കൻ റെഡിയാണ്. സംഭവം സെറ്റപ്പാണ്. നമുക്ക് തീയൊന്നും വെച്ചിട്ട് ചുടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സാധനം വേഗം കഴിഞ്ഞാൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ സാധനം വേണ്ടിയിട്ടുണ്ട്. ചിക്കൻ മസാല നല്ല പൊളിച്ചിക്കണം തോന്നുന്നുണ്ട്. ഇതിന് മേലെ വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ചിക്കൻ ഇതൊന്നെടുത്തിട്ട് ഇതിൽ വെക്കണം. ഓക്കെ, അപ്പം ഇതിലിങ്ങനെ വെച്ചിട്ട് ഇപ്പം നമ്മളിങ്ങനെ വെച്ചില്ലേ, എടുക്കാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. സംഭവം സെറ്റപ്പ് ആവും. നമ്മളെ ചിക്കൻ സെറ്റപ്പ് ആയിക്കണ്. നല്ല എളുപ്പ പണിയാണ്, കണ്ടില്ലേ? തീൻ്റെ മേലെ ചുടുന്ന മാറ്റ സംഭവമാണ്. ഈ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല സുഖമാണ്. ഇത് മുറ്റുണ്ടാവില്ല, തീയൊക്കെ വെക്കാനുള്ള സൗകര്യമില്ല പറഞ്ഞാൽ ഈ സാധനം വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ ചുടുന്ന മാറ്റ ഫീല് ഫുള്ള് ചുടുന്ന മാതിരി തന്നെയാണ്. ഇതിനുള്ളിലത്തെ സെറ്റപ്പ് എങ്ങനെയാണ് ഞങ്ങൾ കാണിച്ചു തരാം. ചിക്കൻ ഇപ്പോൾ സെറ്റപ്പ് ആയിക്കണം. ചിക്കൻ എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതിനുള്ളിലത്തെ സംഭവം കണ്ടില്ലേ? ഇത് മേലെ തീമായിട്ട് താഴെ ചുടുന്ന സംഭവം സെറ്റപ്പായിട്ട് നമുക്ക് കോഴി ചുട്ടെടുക്കാം. അടിപൊളിയായിട്ട് ചിക്കൻ അടിപൊളി ആയിക്കണ്. മാഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.